ആ വ്യക്തിയെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണുകയും അയാളുടെ പ്രോഗ്രസ്സിൽ കമ്പനിക്ക് അയാളെക്കാൾ കൂടുതൽ താല്പര്യമുണ്ടെന്ന് കൺസേൺ ഉണ്ടെന്ന് എത്രത്തോളം ആ എംപ്ലോയിക്ക് ബോധ്യപ്പെടുന്നു അതിനനുസരിച്ചിരിക്കും ആ എംപ്ലോയി ആ കമ്പനിയോട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയത്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നിയത്, ഐ ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം. അപ്പം ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് വർക്ക് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് സമ്മൺ യു ട്രസ്റ്റ് ടു ടോക്ക് ടു, ദാറ്റ് വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പോലും, പുറത്ത് വേറെ കമ്പനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പോലും ഓപ്പൺ ആയിട്ട് പറയാൻ തക്കവണ്ണം ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് വർക്ക് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പം ഒരു പടിയും കൂടെ നമ്മളൊന്ന് മേലോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഈ ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് വർക്ക് എന്ന് പറയുന്നത് അയാളുടെ ഇമ്മീഡിയറ്റ് മാനേജർ അല്ലെങ്കിൽ ബോസ് തന്നെയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും ആ ഒരു എംപ്ലോയ്മെന്റ് സിനാരിയോ, അതായത് അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് എത്ര മനോഹരമായിരിക്കുന്ന അവസ്ഥയായിരിക്കും. അയാളുടെ ബോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു മെന്റർ പോലെ ആയിരിക്കും.